നമ്മുടെ എല്ലാവരുടെയും പരിചയത്തിൽ ആളുകളെ, അതിപ്പോൾ ആര് വേണമെങ്കിലും ആയിക്കോട്ടെ, അവരോട് സംസാരിച്ച് അവരെ കയ്യിലെടുക്കാൻ കഴിവുള്ള ഒരു കൂട്ടുകാരൻ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. ഒരു 5-10 മിനിറ്റൊക്കെ ആളുകൾ ഈ വ്യക്തിയോട് സംസാരിച്ചാൽ മതി, ഇയാളുമായിട്ട് അഡിക്റ്റ് ആവും. ആദ്യമായിട്ടൊക്കെ കാണുന്ന പെൺകുട്ടികളെയൊക്കെ സംസാരിച്ച് 5-10 മിനിറ്റ് കൊണ്ട് തന്നെ ഇവർ കയ്യിലെടുത്തിട്ടിരിക്കും. അടുത്ത ദിവസമൊക്കെ നമ്മൾ ചിലപ്പോൾ ഈ കൂട്ടുകാരൻ്റെ കൂടെ വരുമ്പോൾ ഈ പെൺകുട്ടി കൂടുതലായിട്ടും സംസാരിക്കാൻ ഒരു ആകാംക്ഷ കാണിക്കുന്നത് ഈ ഒരു കൂട്ടുകാരനോടായിരിക്കും. ഒരു ദിവസം ഇവൻ നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ അവർ അന്വേഷിക്കുകയും ചെയ്യും ഇയാൾ എന്ത് ചെയ്യുന്നത്. അത്രയും തരത്തിലേക്ക് ഇവർ അയാളുടെ ഒരു സംസാര ശൈലിയിലേക്ക് അഡിക്റ്റ് ആയിട്ടുണ്ടാവും. അവരുടെ അറ്റൻഷൻ മുഴുവനും ആ വ്യക്തിയിലേക്ക് പോയിട്ടുണ്ടാവും. എടുത്തു പറയേണ്ട കാര്യം, ചിലപ്പോൾ ഈ കൂട്ടുകാരനെ പറയത്തക്ക ലുക്കൊന്നും ഉണ്ടായിരിക്കില്ല, നല്ല ഫിസിക്ക് ഉണ്ടായിരിക്കില്ല, പക്ഷേ സംസാരിക്കാൻ മിടുക്കനായിരിക്കും. മറ്റൊരാളുടെ ഒരു അറ്റൻഷൻ പിടിച്ചു പറ്റാൻ മിടുക്കനായിരിക്കും സംസാര ശൈലിയിലൂടെ. ഇത്തരക്കാരെ നമുക്ക് കരിസ്മാറ്റിക് ആയിട്ടുള്ള ആളുകൾ, കരിസ്മാറ്റിക് പീപ്പിൾസ് എന്ന് വിളിക്കാം. വളരെ നല്ല കരിസ്മാറ്റിക് സ്കിൽസ് ഉള്ള ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും അയാളുടെ വർക്ക് പ്ലേസിലും അയാളുടെ കരിയറിലും അയാളുടെ സോഷ്യൽ ലൈഫും നല്ല രീതിയിൽ ബെറ്ററാക്കി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും. അതുപോലെ ഇവരുടെ റിലേഷൻഷിപ്പ് വളരെയധികം ഹെൽത്തി ആയിട്ടും ഇവർക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും. ഒരു പഠനത്തിൽ ഏകദേശം 90% വരുന്ന ആളുകളോടും അവരുടെ ലൈഫിൽ അവർ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സ്കിൽ ഏതാണെന്ന് ചോദിച്ചപ്പോൾ അവരെല്ലാം പറഞ്ഞത് തങ്ങൾക്ക് കരിസ്മാറ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയാവണം, തങ്ങൾക്ക് കരിസ്മാറ്റിക് ആയിട്ടുള്ള ഒരു സ്കില്ലാണ് ആഗ്രഹിക്കുന്നത് എന്നാണ്. നിങ്ങളിനിയും എത്ര ആവറേജ് ആയിട്ടുള്ള ഒരു വ്യക്തി ആയിക്കോട്ടെ, നിങ്ങൾക്കും തീർച്ചയായിട്ടും ഒരു കരിസ്മാറ്റിക് പേഴ്സൺ ആവാൻ സാധിക്കും. ആളുകളുടെ അറ്റൻഷൻ പിടിച്ചു പറ്റാൻ നിങ്ങളെ കൊണ്ടും സാധിക്കും. ഇപ്പോൾ നിങ്ങൾ നെറ്റിൽ ഹൗ ടു ബിക്കം എ കരിസ്മാറ്റിക് പേഴ്സൺ എന്ന് അടിച്ചു കൊടുത്താൽ ഒരുപക്ഷെ ഒരു 10-300 കാര്യങ്ങളെങ്കിലും വരും. അതായത് ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുക, ഷോൾഡർ നേരെ വെക്കുക, നെഞ്ച് വിരിച്ച് നിൽക്കുക, സ്ട്രെയിറ്റ് ആയിട്ട് നടക്കുക, അത്തരം കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ അത്രയും കാര്യങ്ങളുടെ അത്രയ്ക്കൊന്നും അതിൻ്റെ ആവശ്യമൊന്നുമില്ല. 2 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കരിസ്മാറ്റിക് പേഴ്സണായിട്ട് പതുക്കെ മാറാൻ സാധിക്കും. അതിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ ആദ്യമായി കാണുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ കഴിയുമെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ കൂടെ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിലും അത് അറിയിക്കുക. എല്ലാ വ്യക്തികൾക്കും മറ്റൊരാൾ തങ്ങളെ ശ്രദ്ധിക്കണം എന്നൊരാഗ്രഹം എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കും. അതിനു വേണ്ടിയിട്ട് ചിലർ എന്തു കോപ്രായം വേണേലും കാണിക്കും. ഫോഴ്സ് ചെയ്ത് മറ്റൊരാളുടെ അറ്റൻഷൻ സീക്ക് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ ചെയ്യുന്നൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ പരിപാടി സ്റ്റോപ്പ് ചെയ്യണം. കാരണം ഫോഴ്സ് ചെയ്ത് നമ്മൾ ഒരാളുടെ അറ്റൻഷൻ സീക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവിടെ നമ്മൾ കരിസ്മാറ്റിക് ആകുകയല്ല ചെയ്യുന്നത്, നേരെ അതിന് ഓപ്പോസിറ്റാണ് സംഭവിക്കുന്നത്. അതുപോലെ നമ്മൾ ഒരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് മാക്സിമം നമ്മളെപ്പറ്റിയുള്ള ചില പദപ്രയോഗങ്ങൾ, അതായത് ഞാൻ, എൻ്റേത്, ഞാൻ അത് ചെയ്തു, ഞാൻ ഇത് ചെയ്തു, ഇത്തരം കാര്യങ്ങൾ മാക്സിമം ഇത്തരം പദപ്രയോഗങ്ങൾ കുറയ്ക്കാൻ ശ്രമിക്കുക. ഇതും മറ്റൊരാളുടെ അറ്റൻഷൻ നമ്മൾ ഫോഴ്സ് ചെയ്ത് സീക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളതിൻ്റെ അടയാളങ്ങളാണ്. നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും, ചില ആളുകൾ നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാതി വഴിയിൽ കോൺവെർസേഷൻ ബ്രേക്ക് ചെയ്തിട്ട് അവർ എണ്ണീറ്റ് പോകാറുണ്ട്, എന്തെങ്കിലും എക്സ്ക്യൂസ് പറഞ്ഞിട്ട്. ഇവരിൽ ഭൂരിഭാഗം പേരും പിന്നെ നിങ്ങളോട് സംസാരിക്കാൻ കൂട്ടാക്കണമെന്നുമില്ല. ഇത്തരം പദപ്രയോഗങ്ങൾ ഓവറായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന വ്യക്തിക്ക് നിങ്ങളൊരു ആൻഷ്യസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിപ്രസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ സെൽഫിഷ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടായിരിക്കും ചിലപ്പോൾ സെൻസ് ചെയ്യുക. അധികം ആളുകൾക്കും അത്തരക്കാരോട് സംസാരിക്കാൻ സത്യത്തിൽ ഒരു താല്പര്യവും ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് ഒരിക്കലും ഫോഴ്സ് ചെയ്ത് അറ്റൻഷൻ പിടിച്ചു പറ്റാൻ ശ്രമിക്കരുത്. അതുപോലെ നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ നിന്നും ഞാൻ, എൻ്റേത്, ഇതുപോലത്തെ പദപ്രയോഗങ്ങൾ മാക്സിമം കുറയ്ക്കുക. ഇനി രണ്ടാമത്തെ കാര്യം, നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് എപ്പോഴും ഓപ്പോസിറ്റ് ഇരിക്കുന്ന വ്യക്തിയെ പറ്റി കൂടുതലായി കാര്യങ്ങൾ അന്വേഷിക്കാൻ ശ്രമിക്കുക. ആളുകൾക്ക് അവരുടെ ജീവിതത്തെ പറ്റിയുള്ള വിവരങ്ങൾ പറയുന്നത് ഒരുപാട് ഇഷ്ടമാണ്. ആ കാര്യങ്ങൾ ചോദിക്കുന്ന ആൾക്കാരെ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. നെക്സ്റ്റ് ടൈം നിങ്ങൾ ഒരാളോട് സംസാരിക്കുമ്പോൾ നിങ്ങളെപ്പറ്റി പറയുന്നതിനേക്കാൾ കൂടുതൽ ഓപ്പോസിറ്റ് ഇരിക്കുന്ന വ്യക്തിയോട് അയാളെപ്പറ്റിയുള്ള കാര്യങ്ങൾ കൂടുതലായി ചോദിച്ചറിയാൻ ശ്രമിക്കുക. അവരെ കൊണ്ട് കൂടുതലായി സംസാരിപ്പിക്കുക. അവരുടെ അറ്റൻഷൻ മുഴുവനായി പിടിച്ചു പറ്റാൻ ഇത് നല്ലൊരു മാർഗമാണ്. അപ്പോൾ ഒരു കരിസ്മാറ്റിക് പേഴ്സൺ ആവാൻ നിങ്ങളെ സഹായിക്കുന്ന 2 വഴികളാണ് ഈ വീഡിയോയിൽ പറഞ്ഞു തന്നത്. അപ്പോൾ വീഡിയോയുടെ ജസ്റ്റ് വൈൻഡപ്പ് ചെയ്യുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. സൈനിങ് ഔട്ട്.